ബിഗ് ബോസ് സീസൺ 6 വീക്കെൻഡ് അനാലിസിസിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ടാഴ്ചത്തെ ഗെയിമിനെ കുറിച്ചിട്ട് പറയാൻ വളരെ എളുപ്പമാണ്. ആദ്യത്തെ ആഴ്ച രതീഷ് കൊണ്ടുപോയി. രതീഷിന്റെ ബഹളങ്ങൾക്കൊപ്പം പിൻപറ്റി കുറേയധികം ആളുകളുടെ പെർഫോമൻസ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. രതീഷുമായിട്ട് ബഹളത്തിൽ പങ്കെടുക്കാത്ത ആളുകൾ എന്ന് പറയുന്നത് വളരെ ലോ ലെവലിൽ ഗെയിം പെർഫോമൻസ് ഉള്ള ആളുകളാണ് എന്ന് നിസ്സംശയം പറയാൻ പറ്റും. കാരണം അത്രയധികം സാധ്യതകൾ അദ്ദേഹം അവിടെ തുറന്നിടുന്നുണ്ടായിരുന്നു. ഒരു ലോജിക്കുമില്ലാത്ത അലമ്പുകളാണ് എന്നുണ്ടെങ്കിലും അദ്ദേഹം പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാ ആളുകളെയും. ആ ഒരു സമയത്തും അധികം പെർഫോം ചെയ്യാത്ത കണ്ടസ്റ്റൻസ് ഇപ്പോൾ ശരണ്യുണ്ട്, ശ്രീതു ഉണ്ട്, നിഷാനയുണ്ട്, അങ്ങനെയുള്ള ആളുകളൊക്കെയാണ്. സുരേഷ് ഏട്ടനൊക്കെ വലിയ സാധ്യതകൾ തുറന്നിട്ട ഒരാഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ച. അൻസിബയുടെ ഗെയിം പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ഗെയിം ചേഞ്ചിങ് കണ്ട ഒരാഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ച. എന്നാൽ വീക്കെൻഡിലേക്ക് വരുമ്പോഴത്തേന് രതീഷ് പുറത്തു പോകുന്നു. അദ്ദേഹത്തിന്റെ വാവിട്ട വാക്കുകളും അദ്ദേഹത്തിന്റെ ചില ഗെയിമുകളുമാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്. ഈ ആഴ്ചയിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും ഒരാളെ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളെ പിൻപറ്റുന്ന അതേ ഗെയിം തന്നെയാണ് ഈ ആഴ്ചയും ഉള്ളത്. ഈ ആഴ്ച ജാസ്മിൻ ആൻഡ് ഗബ്രിയാണുള്ളത്. അപ്പോൾ ഇവർക്ക് പുറകെ നടക്കുന്ന ആളുകളുടെ പെർഫോമൻസിന് കൈയടിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പ്രേക്ഷകർ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ റോക്കിയുടെ ഒരു ഗെയിം പെർഫോമൻസ് എടുത്തു പറയത്തക്ക തരത്തിലേക്കുള്ള ഗെയിം ചേഞ്ചിങ് ഒന്നും റോക്കി നടത്തുന്നില്ല. റോക്കി ഒരു ഗെയിം പൊളിക്കുന്നു, അല്ലെങ്കിൽ റോക്കി ഒരു മൂവ് എടുക്കുന്നു, റോക്കി ഒരു ഗെയിം ചേഞ്ചിങ് സിറ്റുവേഷൻ ഉണ്ടാക്കുന്നു, അതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. കഴിഞ്ഞ ആഴ്ച ശ്രീരേഖ ഗെയിം ചേഞ്ചിങ് നടത്തിയതുപോലെയോ അൻസിബ ഒരു ഗെയിം ചേഞ്ചിങ് നടത്തിയതുപോലെയോ അങ്ങനെയുള്ള ഒരു പെർഫോമൻസുകളും റോക്കിയുടെ ഭാഗത്തു നിന്നില്ല. ശരിയാണ്, ചില കാര്യങ്ങളിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും റോക്കിയും ജാസ്മിൻ ആൻഡ് ഗബ്രിയെ ചോദ്യം ചെയ്തതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കൈയടികൾ നേടിയത്. പിന്നെ ഋഷി ഒന്നും പെർഫോം ചെയ്യാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു ഗെയിമറാണ്. ഋഷിക്കും പെർഫോമൻസിന് വഴിയൊരുക്കിയത് ജാസ്മിൻ ആൻഡ് ഗബ്രി ബന്ധത്തെ കുറച്ചും കൂടെ സദാചാരപരമായിട്ട് കൺസിഡർ ചെയ്തതുകൊണ്ടാണ്. പുറത്തുള്ള ഒരു സദാചാര വേവ്ലെങ്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള അകത്തെ പെർഫോമൻസുകൾക്ക് വലിയ കയ്യടികൾ കിട്ടിയ ഒരാഴ്ചയായിരുന്നു ഇത്. ആഫ്റ്റർ ഓൾ നമ്മൾ നോക്കുമ്പോൾ ആരുടെയെങ്കിലുമൊക്കെ പിൻപറ്റി ആരുടെയെങ്കിലുമൊക്കെ ഒരു ഗെയിമിന്റെ പിറകെ പോകുന്ന ഒരു ഗെയിം തന്നെയാണ് നിലവിൽ ഇപ്പോഴും ഹൗസിൽ ഉള്ളത്. ഇനി കണ്ടസ്റ്റൻസിൽ ഓരോ ആളുകളുടെയും ഗെയിം പെർഫോമൻസിനെ കുറിച്ചിട്ട് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ റോക്കി പറഞ്ഞ ഒരു ഡയലോഗ് കേട്ടിരുന്നോ? നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് വലിയ വിഷമമുണ്ട്, കാരണം നിങ്ങൾ റോക്കിയുള്ള സീസണിലാണ്. റോക്കിയുള്ള സീസൺ എന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അദ്ദേഹമാണ് സീസണിൽ അത്യാവശ്യം പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തി. റോക്കി ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. റോക്കി വലിയ ഗെയിം ചേഞ്ചിങ് സിറ്റുവേഷൻ ഉണ്ടാക്കുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോഴും അദ്ദേഹം മാരകമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് ഏതൊരു സിറ്റുവേഷനിലാണോ തനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നത് അവിടെ തുടങ്ങുകയാണ് റോക്കിയുടെ പെർഫോമൻസുകൾ. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ മോർണിംഗ് ആക്ടിവിറ്റികളിലും റോക്കി കാര്യമായിട്ട് തന്നെ സ്ക്രീൻ സ്പേസ് എടുത്തിരുന്നു. റസ്മിനായിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നു, അത് വലിയ ഇഷ്യൂ ആയി മാറുന്നു. അതേപോലെ തന്നെ ഇന്നലത്തെ മോർണിംഗ് ആക്ടിവിറ്റി, സ്കൂൾ കുട്ടികളുമായി ബന്ധപ്പെട്ട മോർണിംഗ് ആക്ടിവിറ്റി, അതിൽ റോക്കി വിഷയം ഉണ്ടാക്കുന്നു. ശ്രീരേഖ ആക്ടിങ് പഠിപ്പിക്കുന്ന ഒരു മോർണിംഗ് ആക്ടിവിറ്റി, അതിൽ റോക്കി സ്പേസ് എടുക്കുന്നുണ്ട്. അങ്ങനെ രാവിലെ തൊട്ട് ഗെയിമിൽ ആക്റ്റീവായിട്ട് ഇറങ്ങുകയാണ് റോക്കി. അതേപോലെ ജാസ്മിൻ ആൻഡ് ഗബ്രി, ശരിക്കും പറഞ്ഞാൽ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോർണർ ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ റോക്കി നടത്തുന്നുണ്ട്. അതൊരു നല്ല ഗെയിമാണ്, അത് മോശം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു ഗെയിമർ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അവർ സെപ്പറേറ്റ് ഒരു ടീമായിട്ട് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അവർ ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ തകർക്കാൻ പറ്റുന്ന, അവിടെ പ്രൊവോക്ക് ചെയ്യാൻ പറ്റുന്ന സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നത് നല്ല ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അവിടെ റോക്കിക്കുണ്ടായ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കി പെട്ടെന്ന് പ്രൊവോക്ഡ് ആവും. അപ്പോൾ റോക്കി എങ്ങനെ പ്രൊവോക്ക് ചെയ്യണമെന്നുള്ളത് അവിടെയുള്ള മിക്കവാറുമുള്ള എല്ലാ ആളുകൾക്കും അറിയാം. ഇന്നലെ അർജുൻ റോക്കിയോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് റോക്കി ആകെ മൊത്തത്തിൽ വിഷമായി പോയല്ലോ. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, പിന്നെ റോക്കി എന്ന് അർജുൻ പറഞ്ഞ ആ ഒരു കാര്യം കേട്ടപ്പോൾ, അപ്പോൾ അർജുനൊക്കെ അദ്ദേഹത്തെ ഒരു കിഡായിട്ട്, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു കുരുത്തം കെട്ട കിഡായിട്ടാണ് പരിഗണിക്കുന്നത്. ശരിക്കും റോക്കിയുടെ കയ്യിലുള്ളത് ഒരു കിഡിഷ് അപ്രോച്ച് ആണ് എന്നുള്ളത് ഹൗസിലുള്ള അത്യാവശ്യം ഒബ്സർവ് ചെയ്യുന്ന ആളുകൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അർജുൻ റോക്കിയെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ട്, അയ്യോ അങ്ങനെയല്ല ചേട്ടൻ മിടുക്കനാണ്, ചേട്ടൻ ഭീകരനാണ്, ചേട്ടനെ കുറിച്ച് ഞാൻ അങ്ങനെ പറയൂ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ആക്ച്വലി നല്ലൊരു ഇരുത്തലാണ്. അത് റോക്കിക്ക് മനസ്സിലായില്ല. റോക്കി പറഞ്ഞു, ഓ നീ മിടുക്കൻ തന്നെ, നീ എന്നെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ പെട്ടെന്ന് പ്രൊവോക്ഡ് ആവുന്ന റോക്കി ശരിക്കും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പുറത്തേക്ക് പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ബിഗ് ബോസ് ആണെങ്കിലും ശക്തമായിട്ടുള്ള ഭാഷയിലാണ് റോക്കിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഈ സെൽഫ് ഹാം പോലെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച വലിയ വിമർശനം വന്ന ഒരു സംഗതിയാണ്. റോക്കി റൂൾ ബ്രേക്ക് ചെയ്യുന്ന കാര്യത്തിലൊന്നും അത് റോക്കി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. റോക്കി വിചാരിക്കുന്നത് അതൊരു ഗെയിമാണ് എന്നുള്ളതാണ്. പക്ഷേ ആ റൂൾസിനകത്ത് നിന്നിട്ട് ഗെയിം കളിക്കാനായിട്ട് റോക്കിക്ക് പറ്റുന്നില്ല. പിന്നെ റോക്കിയുടെ മറ്റേ മാസ് ഡയലോഗുകൾ, അടിച്ച് പല്ല് താഴെയിടും, തലയടിച്ച് പൊട്ടിക്കും. അപ്പോൾ ഈ ഒരു സാധനങ്ങൾ ഇതെപ്പോഴെങ്കിലും കൈവിട്ട് പോയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ പണിയാവാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വിവാദ സ്ത്രീ പുരുഷന്മാരിലേക്ക് വന്നു കഴിഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ച എല്ലാ ആൾക്കാരും ലൈവിൽ ഉണ്ടായിരുന്നത്, മലയാളികൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് ഇവർ കൈപിടിക്കുന്നുണ്ടോ, കൈമുട്ടുന്നുണ്ടോ, കൂടെ ഇരിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്.
വലിയ ലെവലുള്ള നിലവാരമൊന്നുമില്ല. എന്നാലും ഗബ്രിയുടെ ഒരു ഗെയിമിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗബ്രിയിൽ എൻ്റെ പ്രതീക്ഷയൊക്കെ പോയിരുന്നു. ആദ്യ ആഴ്ച ഗബ്രി പെർഫോം ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നു. ആദ്യത്തെ 1-2 ദിവസം പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് കയറി വരുമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ജാസ്മിനുമായിട്ട് ഒരു കോംബോ സൃഷ്ടിച്ച സമയത്ത് ഞാൻ വിചാരിച്ചു ഗബ്രിയുടെ ഗെയിം ഡൗൺ ആയി പോകും, കംപ്ലീറ്റ്ലി ഡൗൺ ആയി പോകും. പിന്നീട് കുറച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഗബ്രിയുടെ ഗെയിം നൈസാണ്. ഗബ്രി പോയ വഴികളെല്ലാം ഓക്കെയാണ്. നമ്മൾ വിമർശിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു അടിത്തറ ഉണ്ടാക്കിയ ഒരു ഗെയിമർ അവിടെ ഇല്ല. ബാക്കിയുള്ള ആൾക്കാർ നാളെ ഒരു മോശം പെർഫോമൻസ് നടത്തുന്ന സമയത്ത് താഴെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഗബ്രിക്ക് അങ്ങനെയല്ല. ഗബ്രി ആ ഒരു കോംബോ കൊണ്ട് നെഗറ്റീവ് ഉണ്ടാക്കി സ്ട്രോങ് ആയിട്ടുള്ള ഒരു അടിത്തറ ഉണ്ടാക്കി അതിനു വേണ്ടി ഫൈറ്റ് ചെയ്ത് എല്ലാ ആൾക്കാരും വെറുപ്പിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു ഫൈറ്റിങ്ങിൽ നിന്നിട്ട് അയാൾ റോക്കിയെ പോലെയൊക്കെയുള്ള ബാക്കിയുള്ള ആളുകൾ ചെറിയ രീതിയിൽ പേടിക്കുന്ന ഒരു പ്ലെയറും ഒക്കെ ആയിട്ട് എതിർത്ത് പദം വന്നിട്ടുണ്ട്. അപ്പോൾ ഗബ്രിക്ക് ഇപ്പോൾ റോക്കി ഒരു വിഷയമല്ല. അതേപോലെ തന്നെ ഗബ്രി മറ്റൊരു മനസ്സുറപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാ ആൾക്കാരും ഇങ്ങനെയൊക്കെയാണ്, അവര് ഈ ടൈപ്പുള്ള ആൾക്കാരൊക്കെയാണ്, പിന്നെ എനിക്കൊന്നും പോകാനില്ല, ഞാൻ ഇങ്ങനെ കളിക്കത്തുള്ളൂ, ആ ഒരു മനസ്സുറപ്പിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ രണ്ടും കൽപ്പിച്ചിട്ടുള്ള ഒരു കളി ശരിക്കും ഗബ്രിയുടെ ഭാഗത്തു നിന്നുണ്ട്. റോക്കിക്ക് അതില്ല. റോക്കിക്ക് പുറത്ത് പോകും എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് ചെറിയൊരു ഡൗൺ സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ട്രോങ് ഗെയിമറായിട്ട് ഗബ്രി വന്നിട്ടുണ്ട്. അതിൻ്റെ സാധ്യതകൾ അദ്ദേഹം എത്രത്തോളം ഉപയോഗപ്പെടുത്തും എന്നുള്ളത് അറിയില്ല. ഇനി ജാസ്മിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയും മറ്റേ ഈ കൈ പിടിക്കുന്നു, കാൽ പിടിക്കുന്നു, കയ്യിൽ കടിക്കുന്നു എന്ന് പറയുന്ന ആകുലതകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ജാസ്മിൻ്റെ ഗെയിം ഒന്നും ഡൗൺ ആയിട്ടില്ല. അവർ ഏതൊരു സിറ്റുവേഷനിലും ഗെയിം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ വന്ന് സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ പറയുകയും അത് ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ട് അനുസരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു കോർണറിലിരിക്കുന്ന ജാസ്മിൻ ആൻഡ് ഗബ്രിയാണ് പവർ ടീമിൽ വന്ന് മേജർ ഡിസിഷന് വേണ്ടി ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതുവരെ അവർ പവർ ടീമിൽ ആക്റ്റീവ് ആയിരിക്കില്ല. ഇപ്പോൾ ശ്രീരേഖയൊക്കെ വലിയ ഗെയിമറാണ്, എന്നാലും ജാസ്മിൻ ആൻഡ് ഗബ്രി രണ്ടാളുകൾ വന്ന് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു ഗെയിമേഴ്സിൻ്റെ ഒരു പോസിറ്റീവായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. ചേർന്നിരിക്കുന്നതും കൈപിടിക്കുന്നു അത് എനിക്ക് ബാധിക്കുന്ന സംഗതി അല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചിട്ട് പറയുന്നില്ല, നമുക്ക് പ്രശ്നമില്ലടേ. അപ്പം ഇവർ 3 പേരും ശരിക്കും നല്ല ഗെയിമേഴ്സാണ്. ഇനി അടുത്ത ഒരു സ്ട്രോങ് ഗെയിമറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിചാരിതമായിട്ട് കയറി വന്ന ഒരു വ്യക്തിയാണ് ജിൻഡോ. ജിൻഡോ ഒരു സ്ട്രോങ് ആയത് എങ്ങനെയാണ്? ജിൻഡോ സ്ട്രോങ് ആയത് ശരിക്കും കപ്പടിക്കണം അല്ലെങ്കിൽ ഇന്ന സ്ട്രാറ്റജീസ് എന്നുള്ള രീതിയിലൊന്നുമല്ല. ജിൻഡോയെ എല്ലാവരും കൂടെ ഒരു മണ്ടനാക്കി. അത് അദ്ദേഹത്തെ ചെറിയ രീതിയിലൊന്ന് ബാധിച്ചു. അതേപോലെ ജിൻഡോയോട് സംസാരിക്കുന്ന സമയങ്ങളിൽ ബാക്കിയുള്ള ആളുകളോട് സംസാരിക്കുന്നത് പോലെ അല്ലാത്ത ഒരു പെരുമാറ്റ രീതി അവർ കൊണ്ടുവന്നു. അപ്പോൾ ജിൻഡോ അതും ശ്രദ്ധിച്ചു. അതേപോലെ ജിൻഡോയുമായിട്ട് കാര്യപ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ആരും വരാത്തതും നമ്മൾ ശ്രദ്ധിച്ചു, ജിൻഡോയെ ശ്രദ്ധിച്ചു. അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് മനസ്സിലായി ജിൻഡോ ഒന്ന് കയറി വരേണ്ടതുണ്ട്. അതേപോലെ ജിൻഡോ, രതീഷ് ജയിലിലേക്ക് പോയ സമയത്ത് അവരവിടെ കുറച്ച് പ്ലാനും കാര്യങ്ങളൊക്കെ ഇട്ടു. അപ്പോൾ രതീഷ് അന്ന് കുറച്ചും കൂടെ ജിൻഡോയ്ക്ക് ഹെൽപ്ഫുൾ ആവുന്ന കുറേയധികം ഇൻഫർമേഷൻ കൊടുക്കുകയുണ്ടായി. അപ്പോൾ എന്താണ് രതീഷിൻ്റെ ഗെയിം, അപ്പോൾ എന്താണ് രതീഷിൻ്റെ ഗെയിം എന്ന് ജിൻഡോ കേട്ട സമയത്താണ് ജിൻഡോയ്ക്ക് മനസ്സിലായത് അപ്പോൾ രതീഷിനൊരു ഗെയിമുണ്ട്, അപ്പോൾ തനിക്ക് ഒരു ഗെയിം വേണം. ആ ഒരു മൊമെൻറ്റിലൊക്കെയാണ് ശരിക്കും ജിൻഡോ ഒരു ഗെയിമിനെ കുറിച്ചിട്ട് സീരിയസ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആ ഒരു ഡിസ്കഷനിൽ ജിൻഡോ പുറത്തിറങ്ങിയപ്പോൾ കിടിലൻ പ്ലാനായിട്ട് വന്നത്. എന്നാൽ രതീഷ് പുറത്തേക്ക് പോയി, ജിൻഡോ ആകെ മൊത്തത്തിൽ ഡൗൺ ആയിപ്പോയി. എന്നാലും ജിൻഡോയുടെ ഗെയിം അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജിൻഡോ വീക്ക് ആയിട്ടുള്ള ഒരു പ്ലെയർ അല്ല. കാരണം ആ ഒരു സിറ്റുവേഷനിൽ ഒരാൾ പോയ ആ ഒരു അഭാവത്തിൽ ജിൻഡോയ്ക്ക് വേണമെങ്കിൽ റോക്കിയുടെ ആ ഒരു സപ്പോർട്ട് സ്വീകരിക്കായിരുന്നു. എന്നാൽ റോക്കിയുടെ സപ്പോർട്ട് ജിൻഡോ എടുക്കുന്നില്ല. നോമിനേഷന്റെ വേളയിൽ റോക്കിയെ ജിൻഡോ നോമിനേറ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ജിൻഡോയുടെ ഒരു ഗെയിം. അതേപോലെ പവർ ടീമിനെ ഇന്നലെ തോപ്പിച്ച് പവർ കൈയെടുക്കുന്ന സമയത്ത് ജിൻഡോയ്ക്ക് പവർ കിട്ടിയാലും കുഴപ്പമില്ല എന്ന് ആളുകൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ജിൻഡോ സോഫ്റ്റ് ആണ്, ജിൻഡോ ഭയങ്കര എത്തിക്കലായിട്ടേ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യത്തുള്ളൂ. അപ്പോൾ ജിൻഡോ കാരണം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് അപ്സരയൊക്കെ അവിടെ ഒരു ത്രാസിൽ ആളെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ജിൻഡോയ്ക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്നത്. ഇവിടെ ജിൻഡോയുടെ ഒരു സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് അധികം ആളുകളോട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇല്ല. അതിൽ ശരിക്കും പറഞ്ഞാൽ മറ്റേ പ്രധാനപ്പെട്ട ഗെയിമേഴ്സിനോടൊന്നും അറ്റാച്ച്മെന്റ് ഇല്ല. കാരണം ജിൻഡോയെ എല്ലാവരും കൂടെ മണ്ടനാക്കി. ജിൻഡോയ്ക്ക് അതൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു സംഗതിയാണ്. ജിൻഡോ വളരെ ഇമോഷണൽ ആയിട്ട് ഇന്നലെ പോവുകയും ചെയ്തു. ഇനി അടുത്ത ഒരു സ്ട്രോങ് ഗെയിമർ ആരാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്രീരേഖയും സിജോനെ ഞാൻ ഒരേ ലെവലിൽ തന്നെയാണ് പെടുത്തിയിരിക്കുന്നത്. ശ്രീരേഖയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിയാണ്. അതുകൊണ്ട് തന്നെ പല സാഹചര്യങ്ങളിലും പല അബദ്ധങ്ങൾ പറ്റും. ശ്രീരേഖയുടെ ഒരു ഗെയിം ശരിക്കും പറഞ്ഞാൽ അവർക്ക് സീക്രട്ടായിട്ട് വെച്ച് കളിക്കാൻ അറിയില്ല. അവർ ആ ഒരു എതിർപ്പുകൾ അറിയാതെ പ്രകടിപ്പിക്കും. ശ്രീരേഖ ശരിക്കും പറഞ്ഞാൽ ഏതൊരു സൈഡിലാണ് നിൽക്കുന്നത് എന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കും ആളുകളെ. അപ്പോൾ ശ്രീരേഖയുടെ ടോട്ടൽ ആകെ മൊത്തത്തിൽ ഒരൊറ്റ ഐഡിയ ശ്രീരേഖയ്ക്കുള്ളൂ, പ്രേക്ഷകരുടെ മുൻപിൽ താൻ ശരിക്കൊപ്പം നിൽക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു കൊടുക്കണം.
അത് മാത്രമേ ഉള്ളൂ ശ്രീരേഖയുടെ ഒരു ഗെയിമിൽ മെയിൻ. അതേപോലെ ശ്രീരേഖ ഒരു ടീമിന് ഫിറ്റ് ആയിട്ടുള്ള ഒരാളല്ല. ശ്രീരേഖയ്ക്ക് എന്താണോ ബെനിഫിറ്റ് കിട്ടുന്നത് അവിടെ മാത്രം ശ്രീരേഖ ആ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ആദ്യ ക്യാപ്റ്റനായിട്ട് അർജുൻ വരുന്ന സമയത്ത് തൻ്റെ ബോളുകൾ എണ്ണു നോക്കി അത് തനിക്ക് ഉപകാരപ്പെടില്ല എന്ന് കണ്ടപ്പോൾ അർജുന് കൊടുക്കുന്ന ആ ഒരു സ്ഥിരം അപ്രോച്ച് തന്നെ. അപ്പോൾ പവർ ടീമിൽ ജാസ്മിൻ ഗബ്രി വരുന്ന സമയത്ത് തൻ്റെ ആ ഒരു ഡിസിഷൻ എടുക്കുന്ന പവർ കുറയുമെന്നറിഞ്ഞ് ജാസ്മിനെതിരെ ഒരു ഗെയിം കളിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ശ്രീരേഖ. അതേപോലെ ജാസ്മിന് കുറച്ച് നെഗറ്റീവ് പുറത്തുണ്ട് എന്നറിഞ്ഞപ്പോൾ ഗബ്രിയും ജാസ്മിനും ആകെ മൊത്തം നെഗറ്റീവ് ഷെയ്ഡിലാണ് എന്ന് ഇന്നലെ സൂചന കിട്ടിയപ്പോൾ ഇന്നലെ വൈകിട്ട് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാതെ അറിഞ്ഞും പുറഞ്ഞും അർജുനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ശ്രീരേഖ. അങ്ങനെയൊക്കെയാണ് ശ്രീരേഖയുടെ ഗെയിം. ഇപ്പോൾ സിജോയെ പവർ ടീമിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ആഗ്രഹം ശ്രീരേഖയ്ക്ക് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ആ ഒരു ആഗ്രഹം ഉള്ളത്? സിജോയെ ശ്രീരേഖയ്ക്ക് വലിയ ഇഷ്ടമുള്ളതുകൊണ്ടാണോ? അല്ല. സിജോ വന്നു കഴിഞ്ഞാൽ സിജോയെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ശ്രീരേഖയ്ക്ക് പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി സിജോയുടെ ഒരു ഗെയിമിലേക്ക് വന്നു കഴിഞ്ഞാൽ സിജോ ഒരു ഗെയിമറാണ്. സിജോ ബാക്കിയുള്ള ആൾക്കാർ വെച്ച് നോക്കുമ്പോഴത്തേന് അത്ര ക്രൂക്ഡ് ആയിട്ടുള്ള ഒരു ആളുമല്ല. സിജോയ്ക്ക് ഗെയിം പ്ലാനുകളുണ്ട്. എന്നാൽ മറ്റുള്ള ഒരു മനുഷ്യനെ ഉപദ്രവിക്കണം എന്നുള്ള ഒരു ചിന്തയൊന്നും സിജോയ്ക്കില്ല. സിജോ ആദ്യ ആഴ്ചകളിൽ രതീഷിൻ്റെയൊക്കെ അമിതാവേശ പ്രകടനങ്ങൾക്കെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചു. റോക്കി അതേപോലെ തന്നെ അങ്ങനെയുള്ള ആളുകളുടെ പോർവിളികൾക്കെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചു. എന്നാൽ ഈ ആഴ്ചയിലേക്ക് വരുമ്പോഴത്തേന് ടോട്ടലി സിജോയ്ക്ക് പെർഫോം ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല. കാരണം ബാക്കിയുള്ള ആളുകൾ പെർഫോം ചെയ്യുന്നില്ല. ഈ ജാസ്മിൻ ആൻഡ് ഗബ്രി കാര്യത്തിൽ സിജോ അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് അധികം ഇടപെട്ടില്ല. അവിടെ ഋഷി പറയുന്നത് പോലെയോ റോക്കി പറയുന്നത് പോലെയോ പറയാൻ സിജോയ്ക്ക് താല്പര്യമില്ല. സിജോ ആ ഒരു അപ്രോച്ച് പിടിക്കുന്ന ഒരാളല്ല. ഈ ആളുകളുടെ പിന്നാലെ പോകുന്ന ഒരു ഗെയിം ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. വേറെ ഗെയിം ഇല്ലല്ലോ. അപ്പോൾ ആളുകളുടെ പിന്നാലെ പോകുന്ന ഒരു ഗെയിമാണ് അവിടെ നടക്കുന്നത്. അവിടെ സിജോയ്ക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ സിജോ ഡൗൺ ആയി. ഇനിയിപ്പോൾ ഇൻഡിവിജ്വൽ ഗെയിംസ് കയറി വന്നെങ്കിൽ മാത്രമേ സിജോയ്ക്ക് കയറി വരാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി അർജുൻ്റെ ഗെയിമിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അർജുൻ എന്ത് ഗെയിം? അർജുന് ഗെയിമൊന്നുമില്ല. അർജുൻ ഒരു കാണാൻ മിടുക്കനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര പോസിറ്റീവാണ് പുള്ളിയെ കാണുമ്പോൾ. പുള്ളി സ്നേഹസമ്പന്നനാണ്, എല്ലാ ആൾക്കാരോടും കരുതലുള്ളൊരു വ്യക്തിയാണ്. അതേപോലെ അർജുൻ്റെ സ്റ്റോറിയൊക്കെ കേൾക്കുമ്പോൾ അർജുനോട് ഒരു കണക്ഷൻ തോന്നും. ഇന്നലെ അർജുൻ അവിടെ ഒരു നിയമലംഘനം വെല്ലുവിളിച്ച് നടത്തുന്ന സമയത്തും ആർക്കും അർജുനോടൊരു പ്രശ്നവുമില്ല. ഹൗസിലുള്ള ആളുകൾ അർജുനെ ഒരു ഗെയിമറായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നില്ല. അർജുൻ അവിടെ നിന്നോട്ടെ, സൈഡിൽ കൂടെ പോയിക്കോട്ടെ എന്നുള്ളൊരു ചിന്തയാണ് എല്ലാ ആളുകൾക്കും. അതേപോലെ അർജുനെതിരെ ആക്ഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പുറത്ത് പോസിറ്റീവ് ഇമേജ് തനിക്ക് കിട്ടുമെന്ന് ശ്രീരേഖ വിചാരിക്കുന്നു. അർജുനെതിരെ ആക്ഷൻ എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു ചിന്തയും ശ്രീരേഖയ്ക്ക് വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിൽ വളരെ സേഫായിട്ട് പോകുന്ന ഒരു സേഫ് ഗെയിമറാണ് അർജുൻ. എന്നാൽ അർജുന് കാര്യമായിട്ട് തന്നെയുള്ള സപ്പോർട്ടുണ്ട്. പക്ഷെ ഒരു ഗെയിമറല്ല. പിന്നെ ഒരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് ആവുന്ന സമയത്ത് പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒരു കൂട്ടം ആളുകൾക്ക് അദ്ദേഹത്തെ അവിടെ നിലനിർത്തി കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു വിജയമാണ്. എന്തിനു വെറുതെ അലമുണ്ടാക്കുന്നു? അയാളുടെ ക്യൂട്ടായിട്ടുള്ള മൊമെൻറ്റ്സും അദ്ദേഹത്തിൻ്റെ പ്രസൻസ് പോലും ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ഗെയിമാണ്. ഇനി ഋഷിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഋഷി ബിഗ് ബോസ് മെറ്റീരിയൽ ഒന്നുമല്ല. അദ്ദേഹം ഭയങ്കര ഇമോഷണലാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൈവിട്ടിടയ്ക്ക് പോവും. അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്നും അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ അദ്ദേഹവും കുറച്ച് എന്താ പറയുന്നത്, ചില കാര്യങ്ങളിൽ ഇപ്പം ജാസ്മിൻ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ആകെ മൊത്തത്തിൽ പ്രകോപിതനാണ്. അങ്ങനെയുള്ളതൊന്നും കാണാൻ അദ്ദേഹത്തിന് വലിയ താല്പര്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ട്രോമാറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അത്ര താല്പര്യമൊന്നുമില്ല. പെൺകുട്ടികൾ അവരുടെ ക്രിഞ്ചി മൊമെൻറ്റ്സ് ഒന്നും അദ്ദേഹത്തിന് വലിയ താല്പര്യമൊന്നുമില്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം അത് പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ എണ്ണത്തിന് തലയെടുത്ത് വെച്ചിട്ടുള്ള എന്നൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു പ്രശ്നമൊക്കെ ഉള്ളൂ. അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എക്സിസ്റ്റ് ചെയ്യാൻ വലിയ പാടാണ്. പിന്നെ നോമിനേഷൻ, അതിപ്പം സ്വന്തം കൂടെ നിൽക്കുന്ന ആൾ പോലും നോമിനേറ്റ് ചെയ്യേണ്ടി വരും. അത് ഇന്നല്ലെങ്കിൽ നാളെ വരും. അപ്പോൾ അവിടെയൊക്കെ ഇത്തരത്തിൽ വികാരം തള്ളി പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ അത് ഒട്ടും യോജിക്കത്തില്ല ആ ഒരു ഗെയിമിന്. അത് എന്നും ഒരു ബാധ്യതയാണ്. തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇപ്പോഴും ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ്? നോമിനേറ്റ് ചെയ്യുന്ന ആരാണോ, തൻ്റെ പേര് പറയുന്ന ആരാണോ, അവിടെ ഭയങ്കര പ്രശ്നമാണ് ഋഷിക്ക്. അടുത്തത് സുരേഷ് ഏട്ടൻ അവിടെ നിന്നോട്ടെ, നമുക്ക് അവസാനം എടുത്ത് കളയാം എന്നൊക്കെയുള്ളൊരു ചിന്തയാണ് ഹൗസിലുള്ള ആളുകൾക്ക്. അദ്ദേഹത്തിന് പറ്റിയ ഒരു പരിപാടിയല്ല ഇത്. ശരിക്കും ഈ പലതരത്തിലുള്ള ആൾക്കാർ ഇപ്പോൾ ഒരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് ഒക്കെ ആയിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണെങ്കിൽ ഓക്കെ. ഇവിടെ അങ്ങനെ അല്ലല്ലോ. ഇവിടെ ഈ തമ്മിത്തല്ലി മുന്നോട്ടേക്ക് വരേണ്ട ഒരു പരിപാടിയാണ്. ഇവിടെ തമ്മിത്തല്ലി മുന്നോട്ടേക്ക് വരണം. സത്യം അതാണ് കറക്റ്റ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലി പുറത്തുള്ള ആളുകളുടെ വേവലെന്തുമായിട്ട് കണക്ട് ചെയ്ത് തമ്മിത്തല്ലി മുന്നോട്ടേക്ക് വരണം. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഏട്ടൻ ഒരു ഗെയിം ഇല്ല. പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ആദ്യ ആഴ്ച രതീഷിനെ പറഞ്ഞു വിടാനായിട്ടുള്ള ഒരു കാരണം സുരേഷ് ഏട്ടനായിട്ട് ഇട്ട് കൊടുത്തു എന്നുള്ളതല്ലാതെ സുരേഷ് ഏട്ടൻ ഒരു ഗെയിം ഇല്ല. ശ്രീരേഖയെ കുറിച്ചിട്ട് പറഞ്ഞു.
ജാൻമണി ജാൻമണി വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു ഗെയിമറാണ്. ജാൻമണിയെ അവിടെയുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. ജാൻമണി ഇൻഡിവിജ്വൽ പ്ലെയറാണ്. ജാൻമണി ഫൈനലിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ്. പിന്നെ ജാൻമണിയുടെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള സംഗതി, അദ്ദേഹം പുറമെ ഇമോഷണലായിട്ട് കാണിക്കുമെന്നുണ്ടെങ്കിലും അദ്ദേഹം ഭയങ്കര ഇമോഷണലി ഭയങ്കര സ്ട്രോങ് ആണ്. ഗെയിമിൻ്റെ ഭാഗമായിട്ടുള്ള ചില വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഫൈറ്റ് ചെയ്ത് വന്നൊരു വ്യക്തിയാണ്. നമ്മൾ കാണുന്ന രീതിയിലൊന്നും നമ്മൾ ഇതുപോലെ ഒന്നും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യേണ്ട ഒരു ആളല്ല. അയാൾ ഗെയിം ചേഞ്ച് ചെയ്യും. ഈ കഴിഞ്ഞ ആഴ്ച ജാൻമണി ഋഷിയോട് പോയി ഗ്രൂപ്പിലെ കാര്യങ്ങൾ പറഞ്ഞതാണ് വലിയ പ്രശ്നത്തിലേക്ക് പോയത്. പക്ഷെ അതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞല്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ജാൻമണി സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. ഞാൻ ഭയങ്കര കീനായിട്ട് വാച്ച് ചെയ്യുന്ന ഒരു ഗെയിമാണ് ജാൻമണിയുടെ. നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ഇനി റസ്മിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ റസ്മിൻ പാവമാണ്. കഴിഞ്ഞ ആഴ്ച രതീഷയ്ക്കായിട്ട് വാഗ്വാദത്തിൽ ഏർപ്പെട്ടു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഗെയിമല്ല. റസ്മിൻ അങ്ങനെ ആവശ്യമുള്ളിടത്ത് റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള വോയിസ് ഉള്ള ഒരു വ്യക്തിയാണ് റസ്മിൻ. നേരെ വാ നേരെ പോ എന്ന് പറയുന്ന ഒരു മൈൻഡുള്ള ഒരു വ്യക്തിയാണ്. ആൾക്കാരെ കേൾക്കും, നല്ലൊരു ലിസണറാണ്, ഭയങ്കര എമ്പത്തറ്റിക്കാണ്. അപ്പം അങ്ങനെയുള്ള പല ക്വാളിറ്റി ഉള്ളൊരു വ്യക്തിയാണ് റസ്മിൻ. ഇപ്പോൾ ഋഷിയുടെ ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ് റസ്മിൻ. ഇപ്പോൾ ജാസ്മിൻ ആൻഡ് ഗബ്രിയുടെ കാര്യത്തിൽ ഇപ്പോൾ നമ്മളിൽ ചില ആളുകൾ പറയുമല്ലോ, നമ്മളെ ബാധിക്കുന്ന ഒരു സംഗതിയല്ല, അത് അവർ എന്തെങ്കിലും ചെയ്തോട്ടെ എന്നുള്ളൊരു അപ്രോച്ചുള്ള ഒരേ ഒരു വ്യക്തി അവിടെ റസ്മിനാണ്. അതുകൊണ്ട് തന്നെ റസ്മിന് ശരിക്കും ബിഗ് ബോസ് സീസൺ 6 എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം തമ്മിത്തല്ല് കയറി വരുന്ന ഒരു പരിപാടിയൊന്നും റസ്മിന് പിടിക്കാനുള്ള ചാൻസ് ഇല്ല. ഇപ്പോൾ തമ്മിത്തല്ലൽ വൈബുള്ള ഒരു കണ്ടസ്റ്റൻ്റ് അല്ലാത്തതുകൊണ്ട് ഫ്യൂച്ചർ എനിക്കറിയില്ല. പേഴ്സണലി എനിക്കിഷ്ടമാണ് റസ്മിനെ, ഒറിജിനലാണ്. ഇനി അപ്സരയെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്സര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു. ഈ 2 ആഴ്ചകളിൽ പെട്ടെന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറായി. വേറെ ഒരു ടീമിലും ഒരു ഗ്രൂപ്പിലും അപ്സര ഇല്ലാതെ അപ്സരയ്ക്ക് അപ്സരയുടേതായിട്ടുള്ള ഒരു ഗെയിമുണ്ട്. അതുമായിട്ട് മുന്നോട്ടേക്ക് പോയുള്ളൊരു വ്യക്തിയാണ്. അപ്സരയൊക്കെ ഫൈനലിലേക്ക് വരാൻ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്സരയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗെയിമൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് മുന്നോട്ടേക്ക് പോകും. പെട്ടെന്ന് സഡൻ ഡിസിഷനൊക്കെ അപ്സര എടുക്കുന്നുണ്ട്. ആൾക്കാരെ മാനേജ് ചെയ്യാൻ അറിയാം. റോക്കിയുടെ വില്ലത്തരങ്ങൾ, മറ്റേ ക്ലിമാസ് പരിപാടികളൊന്നും അപ്സരയുടെ അടുത്ത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ റോക്കി അത് അങ്ങനെ ഇറക്കി നാണം കെടാതിരിക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വാരി അലക്കല്ലേ. റോക്കി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ എടുത്തിട്ട് അലക്ക് കിട്ടുന്നുണ്ട്. അപ്പം മറ്റേ ജാസ്മിനൊക്കെ തിരിച്ച് പറയുമ്പോഴത്തേന് കണ്ണിക്കട തീ വരുന്ന ഫീലിലൊക്കെയാണ് പറയുന്നത്. റോക്കി അപ്പോൾ ഇങ്ങനെ പതുക്കെ തിരിഞ്ഞങ്ങ് പോകും. അപ്സരയോടൊക്കെ കളിക്കാനായിട്ട് റോക്കിക്ക് പരിമിതികൾ ഏറെയാണ്. അടുത്ത അൻസിബയ്ക്ക് ഓവർ ഹൈപ്പാണ് കേട്ടോ. അൻസിബ ഭയങ്കര ഗെയിമറാണ്, സൂപ്പർ ഗെയിമറാണെന്നൊക്കെയാണ് എല്ലാ ആൾക്കാരും പറയുന്നത്. അൻസിബ അത്ര വലിയ ഗെയിമറായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അൻസിബയുടെ മെയിനായിട്ടുള്ളൊരു ക്വാളിറ്റി ഇവിടെ കേട്ടത് അവിടെ പറയുക, എല്ലാത്തിനകത്തും പരാതി പറയുക, ഇത്തിരി ഏഷ്യന് പറയുക, ഇത്തിരി ഗോസിപ്പ് പറയുക എന്നുള്ളതാണ്. അതൊരു ഗെയിം മാറ്റാൻ വേണ്ടി പറയുന്നൊന്നുമല്ല. ഇത് ഇങ്ങനെ കേട്ടു, അവനെതിരെയാണ് ഇപ്പോൾ വികാരം, അന്നെങ്കിൽ ഇതെടുത്ത് അവിടെ പറഞ്ഞ് മെയിൻ ആയാലോ എന്നീ പരിപാടിയാണ് അൻസിബയുടേത്. അൻസിബ ഒരു ടിപ്പിക്കൽ മറ്റേ പരദൂഷണ സെറ്റപ്പാണ്. അല്ലാതെ അൻസിബ് ഗെയിമർ ആണെന്നോ ഗെയിം ചേഞ്ചർ ആണെന്നോ എനിക്ക് തോന്നുന്നില്ല. അൻസിബ് ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസിബയുടെ അടുത്ത് ആൾക്കാർ വിചാരിക്കും അൻസിബ ജെനുവിൻ ആണ്, അൻസിബ ഒരു പാവമാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് അൻസിബയോട് കുറേ കാര്യങ്ങളൊക്കെ പറയും. എന്നാൽ ഈ പറഞ്ഞ ആളുടെ കുറ്റം വേറെ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും പറയുന്നത് കേൾക്കുന്ന സമയത്ത് അൻസിബ അത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അൻസിബയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാമല്ലോ. അൻസിബ ചാടി കയറി പറയും, അയാൾ അങ്ങനെയാ, എനിക്ക് അതിനേക്കാളും കൂടുതൽ അറിയാം. അതാണ് അൻസിബയുടെ ഗെയിം. പിന്നെ അത് ഗെയിം ചേഞ്ചിങ്ങിന് ഉപകരിക്കും. ഈ സീക്രട്ട് ഇൻഫർമേഷൻസ് പുറത്താവുന്നതാണല്ലോ ഗെയിം ചേഞ്ച് ആവുന്നത്. അൻസിബ ഓക്കെ. ശരണി ആനന്ദ് ഗെയിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആരെങ്കിലും എന്തെങ്കിലും വിഷയമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറഞ്ഞാൽ ആ സൈഡിൽ കിടങ്ങി പോയിക്കോളും. വേറെ ഗെയിമൊന്നുമില്ല. പിന്നെ മറ്റേ ജാസ്മിൻ ഗബ്രി കാര്യത്തിൽ കുറച്ച് സദാചാരം പറഞ്ഞ ഒരു ഗെയിമറായിരുന്നു. ബിലോ ആവറേജ്. ശ്രീതു അർജുനെ പോലെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലാതെ ഗെയിമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ശ്രീതു ഒരു ചെറിയ രീതിയിൽ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള മാസ്ക് ഒക്കെ ഇട്ട് നടക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത് ശ്രീതു. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. നോറയും സത്യം പറഞ്ഞാൽ നോറയായിട്ടാണ് കളിക്കുന്നത്. ബിഗ് ബോസിലേക്ക് വരുമ്പോഴത്തേനും ഒരു ഗെയിം എന്നുള്ള രീതിയിൽ ഗെയിമറായിട്ടൊന്ന് മാറേണ്ടതുണ്ട്. നോറ അങ്ങനെ ഒരു ഗെയിമറായിട്ട് മാറിയിട്ടില്ല. നോറ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണോ പുറത്തൊക്കെ ഒരു ഗ്രൂപ്പിൽ പെരുമാറുന്നത് അതുപോലെയൊക്കെ പെരുമാറി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള ചില പറച്ചിലുകളും സംഭാഷണങ്ങളും അതിൻ്റെ ഇടയിലേക്കുള്ള വികാര പ്രകടനങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കറിയില്ല നോറയൊക്കെ ഗെയിം ചേഞ്ചിങ് നടത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടീമിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ടീമിൽ നിന്നൊക്കെ പുറത്തായിട്ട് മറ്റൊരു ടീമിൻ്റെയൊക്കെ കൂടെ നിന്നിട്ട് ഇതിനെതിരെയൊക്കെ ഫൈറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ വരണം എന്ന് പറഞ്ഞാൽ മറ്റേ അൻസിബ പറഞ്ഞതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ
പരദൂഷണമൊക്കെ പറഞ്ഞാൽ മാത്രമേ കയറി വരാൻ സാധ്യതയുള്ളൂ. നിഷാനയുടെ കാര്യത്തിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിഷാന വലിയ ഗെയിമറൊന്നുമില്ല, വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. എന്നാലും ജിൻഡോനെ പോലെയൊക്കെ ചിലപ്പോൾ കയറി വരാൻ സാധ്യതയുള്ള ഒരു പ്ലെയറാണ് നിഷാന. കാരണം ബാക്കിയുള്ള ആൾക്കാർ വലിയ വലിയ ഹൈപ്പ് കൊടുത്തിട്ടുള്ള ആൾക്കാരുടെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോഴത്തേന് ഒന്നും ചെയ്യാത്ത നിഷാന അത്ര ശല്യമില്ലാത്തൊരു വ്യക്തിയാണ്. ഫിസിക്കൽ ടാസ്കുകളിലൊക്കെ ജിൻഡോനെയൊക്കെ പോലെ തന്നെ പെർഫോം ചെയ്യുകയാണെങ്കിൽ ശരിക്കും കയറി വരാൻ സാധ്യതയുണ്ട്. പിന്നെ നിഷാനയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിഷാൻ അങ്ങ് തീരുമാനിച്ചു തന്നെ കൊണ്ട് കൂട്ടിയെ കൂടുന്ന പരിപാടിയല്ല ഇത്, ബാക്കിയുള്ള ആൾക്കാരെല്ലാം വലിയ സ്ട്രോങ് പ്ലേയേഴ്സാണ്, നിഷാൻ അങ്ങ് തീരുമാനിച്ചു. പക്ഷേ പേഴ്സണലി എനിക്ക് നോക്കുമ്പോൾ ബാക്കിയുള്ള സ്ത്രീജനങ്ങളോടൊക്കെ ഒപ്പം നിൽക്കുന്ന ഒരു പ്ലെയറായിട്ട് തന്നെ നിഷാനെ തോന്നുന്നുണ്ട് പല സാഹചര്യങ്ങളിലും. ക്യാമറയിൽ ഇല്ലാത്ത വ്യക്തിയല്ല. ഇപ്പോൾ ശ്രീതു ശരണ എന്നൊക്കെ പറഞ്ഞ ഇടയ്ക്ക് ക്യാമറയ്ക്കകത്ത് ഇല്ലാത്ത വ്യക്തികളാണ്. നിഷാനൊക്കെ ഫുൾ ടൈം ക്യാമറയിലുള്ള വ്യക്തിയാണ്. ഈ ആഴ്ച ആരെങ്കിലുമൊക്കെ പുറത്ത് പോകുമായിരിക്കുമോ? പുറത്തു പോകാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിഷാനൊക്കെ പോകാൻ സാധ്യത ഉണ്ടായിരിക്കാം. ഇതൊക്കെയാണ് ബിഗ് ബോസ് സീസൺ 5 2 ആഴ്ചത്തെ ഗെയിം നോക്കിയ സമയത്ത് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.